ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ജ്യോതിർഗമയ ടാറ്റ് വേൾഡ്. എല്ലാവർക്കും നമസ്കാരം. പുതിയ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പൗർണമിയും ഇന്ന് ഡിവൈൻ്റെ സന്ദേശം അല്ലെങ്കിൽ നമുക്ക് തരുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ്സും ആണ്. ഓക്കെ, പേഴ്സണൽ റീഡിംഗ് വേണ്ടവർ വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യുക. യൂണിവേഴ്സൽ ഡിവൈൻ മെസ്സേജ് എന്താണ്? ഓക്കെ, സ്റ്റാർ വന്നിട്ടുണ്ട്. എയ്റ്റ് ഓഫ് സോർഡ്സ്, ഫ്ലവേഴ്സ് വന്നിട്ടുണ്ട്. റിവേഴ്സിനുള്ള ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണ്? ചാരിയറ്റ് വന്നിട്ടുണ്ട്. കിങ് ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്. Two of Pentacles, Nine of Swords, ഇന്നത്തെ എൻ്റെ വേഴ്സിനുള്ള ഡിവൈൻ മെസ്സേജസ് എന്താണ്? ഫൂൾ കാർഡ് വന്നു. ഓക്കെ, ഫൂൾ. ഓക്കെ, ബോട്ടം കാർഡിലൂടെ ദ വേൾഡ് ഉണ്ട്. ഒരു 3 ഓഫ് വാൻഡ്സ് റിവേഴ്സിലും വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. ഇത് ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുറേ പേരുടെ എനർജിയാണ് ഇവിടെ കൂടുതലും കാണുന്നത്. നിങ്ങളുടെ കംഫർട്ട് സോണിൽ തന്നെ ഇരിക്കുന്നതാണ് ഒരുപാട്. ഇപ്പോൾ ഇവിടെ 9 ഓഫ് സോഴ്സിൻ്റെയും 8 ഓഫ് സോഴ്സിൻ്റെയൊക്കെ എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഒരുപാട് ആങ്സൈറ്റി, ഡിപ്രഷൻ, ടെൻഷൻ അങ്ങനെയൊക്കെ ഉള്ള സ്റ്റേജിലൂടെ കടന്നു പോകുന്നവരുടെ ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ആരോടെങ്കിലും തെറ്റ് ചെയ്ത് പോയി എന്നുള്ളതിൻ്റെ പശ്ചാത്താപം കൊണ്ടോ അല്ലെങ്കിൽ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല എന്നാണ്. ഉറക്കം നഷ്ടപ്പെട്ട് നിങ്ങൾ രാത്രിയിൽ ഉണർന്നിരുന്ന് കരയുന്നു, പശ്ചാത്തപിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളോട് മറ്റുള്ളവർ തെറ്റ് ചെയ്തല്ലോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഉറങ്ങുന്നില്ല. അങ്ങനെ പല രീതിയിൽ, ചിലപ്പോൾ ഒരുപക്ഷെ അസുഖം മൂലമൊക്കെ ആയിരിക്കാം, അങ്ങനെ പല രീതിയിൽ ഉറക്കം നഷ്ടപ്പെട്ട ഒരവസ്ഥ. 3 ഓഫ് വാൻഡ്സിൻ്റെ എനർജി റിവേഴ്സിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ഇതുവരെ കഴിയാതെ അതിൽ തന്നെ നിൽക്കുന്നവരുടെ ഒരു എനർജി. നിങ്ങൾക്ക് ഇനി പ്രത്യേകിച്ചൊന്നും വേണ്ട, അനുഭവിച്ചു മടുത്തു. അതാണ് ഒരുപാട് വേദനകൾ, വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾ അനുഭവിച്ചു മടുത്തുകൊണ്ട് ഇനി ഒന്നിനും കഴിയില്ല എന്നുള്ള ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്നവരുടെ എനർജിയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളെ ആരെങ്കിലും ചതിച്ചിട്ടുണ്ടാവാം, വഞ്ചിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തിയിട്ടുണ്ടാവാം, ജീവിതത്തിൽ തനിച്ചായി പോയിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ ഉള്ളവരുടെ ഒരു എനർജിയാണ്. പക്ഷേ നിങ്ങളതിൽ നിന്ന് പുറത്ത് കിടക്കാൻ അവസരങ്ങളുണ്ടാകുമെങ്കിലും നിങ്ങളതിന് പുറത്ത് കിടക്കാൻ തയ്യാറായിട്ടില്ല എന്നാണ്. ആ ഒരു നെഗറ്റീവ് എനർജി നിങ്ങളെ ഇപ്പോഴും പിന്തുടരുന്നു എന്നാണ്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്,
ഇവിടെ ഓട്ടം കാർഡിൽ ഇത് വേൾഡ് കാർഡ് വന്നിട്ടുണ്ട്. വേൾഡ് പറയുമ്പം അത് സക്സസ് ആണ്. ലൈഫ്, വിജയം, എൻജോയ്മെൻറ്റ്, പുതിയ പ്രതീക്ഷകൾ, അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ, ന്യൂ ബിഗിനിങ്സ് ആണ് വേൾഡ് കാർഡിലെ എനർജി പറയുന്നത്. അതുപോലെ ഫസ്റ്റ് കാർഡും സ്റ്റാറാണ് വന്നിരിക്കുന്നത്. അവിടെ ഹോപ്പാണ്. നിങ്ങൾ പ്രതീക്ഷ കൈവെടിയരുതെന്നാണ്. പ്രതീക്ഷിക്കുക, നമ്മൾ വിശ്വാസം അർപ്പിച്ച് മുന്നോട്ട് പോവുക. നന്നായിട്ട് വർക്ക് ചെയ്താൽ അതിൻ്റെ ഫലം നിങ്ങൾക്ക് കിട്ടുമെന്നാണ്. ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണം. ആ ലക്ഷ്യത്തിൽ നിങ്ങൾ എത്തും. അതിനുവേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യേണ്ട സമയമാണിതെന്നാണ്. നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങൾ പുറത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ കഴിയും. ലവേഴ്സ് കാർഡ് റിവേഴ്സിൽ വന്നുകൊണ്ട് പലർക്കും ഡിവോഴ്സിനുള്ള സമയമാണ്. നല്ല സാധ്യത കാണുന്നുണ്ട്. ഡിവോഴ്സ് ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അതിനുള്ള സമയമാണെന്നാണ്. റിലേഷൻഷിപ്പിലായാലും പാർട്ട്ണർഷിപ്പിലായാലും ബിസിനസ്സിലൊക്കെ ആയാലും എന്താ പറയുക, ഒരു വിശ്വാസത്തിൻ്റെ ഇഷ്യൂസ് വന്നിട്ടുണ്ടെന്നാണ്. നിങ്ങളുടെ ഇടയ്ക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. റിലേഷൻഷിപ്പ് തകർന്നിട്ടുണ്ടാവാം, പാർട്ട്ണർഷിപ്പ് തകർന്നിട്ടുണ്ടാവാം, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചിരുന്ന, കൂടുതൽ നിങ്ങൾ വിശ്വാസം അർപ്പിച്ചിരുന്ന ആ വ്യക്തിയിൽ നിന്ന്, അത് ആരും ആവാം, പാർട്ട്ണർഷിപ്പ് ആവാം, ബിസിനസ്സിലെ പാർട്ട്ണറാവാം, ലൈഫിലെ പാർട്ട്ണറാവാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലെ പാർട്ട്ണറാവാം, അങ്ങനെ അല്ല ഫ്രണ്ട്ഷിപ്പിലെ ആവാം. ഇതിലൊക്കെ ഒരു തകർച്ച വന്നതായിട്ട് കാണുന്നുണ്ട്. അതിൻ്റെ ആ ഒരു സങ്കടമാണ് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നതെന്നാണ്. പക്ഷെ അതിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുന്നതാണ്. നിങ്ങൾ വിചാരിച്ചാൽ മാത്രമേ അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അതിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടേണ്ട സമയമാണിത് എന്നാണ്. അപ്പോൾ ഈ സമയം നല്ല സമയമാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയും. നിങ്ങൾ മനസ്സ് വെക്കണം, എന്നാൽ അത്രയും അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്നാണ്. റിലേഷൻഷിപ്പിലൊക്കെ ഭയങ്കര കോംപ്ലിക്കേഷൻസ് വന്നിട്ടുണ്ടെന്നാണ്. കമ്മ്യൂണിക്കേഷനൊക്കെ വളരെ എന്താ പറയുക, ചലഞ്ച്ഫുള്ളായിട്ടാണുള്ളത്. ഇപ്പോൾ കമ്മ്യൂണിക്കേഷനൊന്നും സാധിക്കുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ സംസാരം ഉണ്ടായാൽ തന്നെ അത് വഴക്കിലേ തീരുള്ളൂ. സംസാരിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ, അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഫസ്റ്റ് കാർഡ് ദ സ്റ്റാറാണ്, അത് ഹോപ്പാണ്. അതുപോലെ തന്നെ ഫൂളിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വേൾഡിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ പ്രതീക്ഷയാണ്, നിങ്ങൾക്ക് എല്ലാം നന്നായി വരും. നിങ്ങളുടെ ഭാഗത്തു നിന്ന് വന്ന മിസ്റ്റേക്സോ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ ഭാഗത്തു നിന്ന് വന്ന മിസ്റ്റേക്സോ മൂലമാണ് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ അതൊരു ന്യൂ ബിഗിനിങ്ങിൻ്റെ ടൈമാണ്. അതിന് നിങ്ങൾ റിലേഷൻഷിപ്പ് ഒന്നെങ്കിൽ പുതിയ റിലേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ടായിരുന്ന ആ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ മാറി റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ, നല്ല സ്മൂത്തായിട്ടൊരു തിളക്കം മാറുന്ന രീതിയിൽ റിലേഷൻഷിപ്പ് മുന്നോട്ട് വരാനുള്ള സമയമാണ്. പക്ഷെ നിങ്ങൾ ഇപ്പോഴത്തെ ആ അവസ്ഥയിൽ നിന്ന്, അല്ലെങ്കിൽ ആ ചിന്ത, ആ നെഗറ്റീവായിട്ടുള്ള തോട്ട്സൊക്കെ മനസ്സിൽ നിന്ന് എടുത്ത് കളഞ്ഞ് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങുക, പോസിറ്റീവായിട്ട് ആക്ട് ചെയ്യുക. അപ്പോൾ മാത്രമേ ഈ ബ്ലെസ്സിങ്സൊക്കെ വരുള്ളൂ. അല്ല ചാരിറ്റിൻ്റെ എനർജിയും അത് തന്നെയല്ല. അപ്പോൾ നിങ്ങൾ പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് സക്സസ്സിലേക്ക് എത്താൻ കഴിയുമെന്നാണ്. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക. വന്നതിനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ അത് എല്ലാം നല്ലതിനായിരുന്നു ചിന്തിക്കുക. വന്ന പ്രശ്നങ്ങളെ തള്ളിക്കളയുക, മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാതിരിക്കുക. ഇനിയും വരുന്ന ചലഞ്ചസിനെ ഞാൻ ഫേസ് ചെയ്യും എന്നുള്ളൊരു ദൃഢനിശ്ചയെടുക്കുക. ഇനിയും ചലഞ്ചസ് വന്നാലും ഞാനതിനെ ഫേസ് ചെയ്തിരിക്കും, എനിക്കത് ഈസിയാണ് എന്നുള്ളൊരു മൈൻഡിലേക്ക് നിങ്ങൾ പോവുക. അപ്പോൾ അങ്ങനെ പോയാൽ നിങ്ങൾക്ക് സക്സസ് ആണെന്നാണ്. അതിനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്, കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ട്. അപ്പോൾ ആ ഒരു ഇത് നിങ്ങൾക്ക് വരും. അപ്പോൾ അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോയാൽ യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് എന്നാണ്. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും ആ പ്രശ്നങ്ങളൊക്കെ അതിനൊക്കെ ഫേസ് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. യൂണിവേഴ്സ് നിങ്ങളെ അതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് മുന്നോട്ട് പോവുക. നിങ്ങളുടെ യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും പേടിക്കാനില്ലല്ലോ. എന്തും വരട്ടെ എന്നുള്ള ആ ഒരു ഇത് കരുതലിൽ മുന്നോട്ട് പോവുക. രണ്ട് കാര്യങ്ങൾ ഒരേ സമയം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുന്നവരുടെ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് എന്നാണ്. രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് ആവും എന്നുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അത് സക്സസ്സിലേക്ക് തന്നെ എത്തും എന്നുള്ളതാണ്.
ചാരിറ്റിൻ്റെ എന്ന് വെച്ചാൽ അതാണ് പറയുന്നത്, നിങ്ങൾക്ക് ചലഞ്ചസ് ഫേസ് ചെയ്യേണ്ടി വരും. ഒരുപാട് പ്രശ്നങ്ങൾ ഒക്കെ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട് എന്നാണ്. അപ്പോൾ അത് നിങ്ങളുടെ കർമ്മ ഫീൽഡിലായിരിക്കാം, വർക്കിംഗ് പ്ലേസിലായിരിക്കാം, അല്ലെങ്കിൽ ലൈഫ് റിലേഷൻഷിപ്പിൽ അങ്ങനെയാവാം. രണ്ടിനെ ഒരുമിച്ച് കൊണ്ടുപോകാനുള്ളൊരു അവസരമാണ് നിങ്ങൾക്കിപ്പോൾ. നിങ്ങൾ പലർക്കും അങ്ങനൊരു സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത്, രണ്ടിനെയും ഒരുമിച്ച് കൊണ്ടുപോകുക എന്നുള്ളത്. അപ്പോൾ അത് എന്തു തന്നെയായാലും യൂണിവേഴ്സിന് സറണ്ടർ ചെയ്യുക, യൂണിവേഴ്സിന് അർപ്പിക്കുക. അപ്പോൾ അത് ഏതാണ് വേണ്ടതെന്നുള്ളൊരു തീരുമാനം നിങ്ങൾക്ക് ഫൈനലായിട്ട് കൈക്കൊള്ളാൻ യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് ഉണ്ടാവും. ഏതായാലും നിങ്ങൾ സക്സസ്സിലേക്ക് എത്തും എന്നാണ്. അപ്പോൾ അത് ഏത് രീതിയിലാണ് ആ സക്സസ്സിലേക്ക് വരിക നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എന്തായാലും വിജയം നിങ്ങളുടെ ഭാഗത്തുണ്ട്, യൂണിവേഴ്സ് നിങ്ങളുടെ സൈഡിലുണ്ട് എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് എപ്പോഴും കൂടെ ഉണ്ടാവും. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു ലക്ഷ്യത്തിൽ എത്താൻ നിങ്ങൾ പ്രയത്നിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഒരു കോമൺ ഗോൾ, ഒരു ലക്ഷ്യം നിങ്ങൾക്കുള്ളവരാണ്. നിങ്ങൾ പലരും ആ ഒരു ലക്ഷ്യം ഉള്ളവരാണ്, അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ ഓവർകം ചെയ്യാൻ യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടുണ്ട്. അവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് വഴി കാണിക്കും. എന്ത് കാര്യം നല്ല രീതിയിൽ തീരുമാനിക്കാനും എടുക്കാനും ചിന്തിക്കാനും ഒക്കെ പവറുള്ളവരാണ് നിങ്ങൾ. ഒരു ജന്മന ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളവരാണ്. അപ്പോൾ മറ്റുള്ളവരെ നിയന്ത്രിച്ച് കൊണ്ടുപോകാനും നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം നടപ്പാക്കാനും ഒക്കെ കഴിവുള്ളവരാണ് നിങ്ങൾ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് അതിനുള്ള വഴി തുറന്നു വരും. യൂണിവേഴ്സ് നിങ്ങൾക്ക് ഒപ്പം നിന്ന് നിങ്ങളെ മുന്നോട്ട് നയിക്കുമെന്നാണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെ ആ ഒരു സാഹചര്യത്തിലുള്ളവർ അതിൽ നിന്നൊക്കെ പാസ്റ്റിനെ മറന്നിട്ട് ആക്റ്റീവായിട്ട് മുന്നോട്ട് വരിക. ഇനിയൊരു ലൈഫ് നിങ്ങൾക്ക് വേണമെന്നുള്ള ഉദ്ദേശത്തോടെ മുന്നോട്ട് വരിക. അപ്പം മാത്രമേ നിങ്ങൾക്ക് ജീവിതത്തിൽ സക്സസ് ഉണ്ടാവുള്ളൂ. പല രീതിയിലുള്ള അബണ്ടൻസൊക്കെ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. നിങ്ങളുടെ മുന്നിലുള്ള ആ ഒരു വിജയം അല്ലെങ്കിൽ ആ ഒരു സക്സസ് നിങ്ങൾ കാണുന്നില്ല, നിങ്ങളെ കാത്തിരിക്കുന്നത് നിങ്ങൾ കാണുന്നില്ല. നിങ്ങളുടെ കണ്ണ് തുറക്കുക. നിങ്ങൾക്ക് പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ്, ന്യൂ ബിഗിനിങ്സ് ഉള്ള വാതിൽ തുറക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുക, ആ ലക്ഷ്യത്തിലേക്ക് എത്തുക. വിദേശത്തേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ആണെങ്കിലും അതിനൊക്കെ പറ്റുന്ന സമയമാണെന്നാണ്. ഏഞ്ചൽ മെസ്സേജ് കൂടെ നോക്കാം നമുക്ക്. ട്രസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഏഞ്ചൽ ഗൈഡൻസ് എന്താണ്? 2 കാർഡും കൂടെ എടുക്കാം. ഏഞ്ചൽസ് പ്ലീസ്. ഏഞ്ചൽസ് താങ്ക് യു. ഏഞ്ചൽസ് താങ്ക് യു. പെർഫെക്റ്റ് ടൈമിംഗ് ആണ് കേട്ടോ. പെർഫെക്റ്റ് ടൈമിംഗ് ആണ്. ട്രസ്റ്റ് വന്ന് പെർഫെക്റ്റ് ടൈമിംഗ് എന്താ വേണ്ടത്? കറക്റ്റ് ടൈമാണ് കേട്ടോ. നിങ്ങളുടെ ആ ഒരു അവസ്ഥയിൽ നിന്ന്, അതായത് സ്റ്റക്കായി കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് നിങ്ങളുടെ സങ്കടങ്ങൾക്കൊക്കെ വിട പറയാനുള്ള സമയമാണ്. നിങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കുക, അവിടെ വിശ്വസിക്കുക, യൂണിവേഴ്സിൽ വിശ്വസിക്കുക. ഏഞ്ചൽസ് സപ്പോർട്ട്, നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവങ്ങളുടെ സപ്പോർട്ട് നിങ്ങൾക്കുണ്ട് എന്നാണ്. പെർഫെക്റ്റ് ടൈമിംഗ് ആണ്. ഈ സമയം നിങ്ങൾക്കുള്ളതാണ്. ഈ സമയം നിങ്ങൾ ഉണർന്ന് പ്രവർത്തിച്ചാൽ അതിൻ്റെ ഫലം നിങ്ങൾക്ക് കിട്ടും. അപ്പം പ്രാർത്ഥനയുടെ മെഡിറ്റേഷനോടെ കഴിയുന്നവർക്കായാലും റിസൾട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരും. അല്ലാതെ ഉള്ളവർക്കാണെങ്കിൽ അതുവേണ്ടി പ്രവർത്തിക്കാമെന്നാണ്. യൂണിവേഴ്സിനെ വിശ്വസിച്ച് മുന്നോട്ട് പോവുക. കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്നവർ, അങ്ങനെയൊക്കെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. അതുപോലെ ബിസിനസ് ആയാലും കരിയറിലായാലും ഒക്കെ ഉള്ള പ്രശ്നങ്ങൾ, പല രീതിയിലുള്ള പ്രശ്നങ്ങളാക്കും. ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള പ്രശ്നങ്ങളായിരിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക. മൈൻഡ് പോസിറ്റീവായിട്ട് വെക്കുക. പ്രാർത്ഥന എല്ലാത്തിനും പരിഹാരമാണ്. പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക്
നിങ്ങളുടെ ലക്ഷ്യം, അതിനുവേണ്ടി പ്രവർത്തിക്കാനുള്ള സാഹചര്യങ്ങളും കഴിവും അനുകൂലമായ സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏഞ്ചൽസ് കൊണ്ടുവരട്ടെ. വൺ മോർ കാർഡ് പ്ലീസ്. സിറ്റുവേഷൻ വലിയ ഇമ്പ്രൂവ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റാതെ ഇപ്പോൾ കഷ്ടപ്പെടുന്നവർക്ക് ആ സിറ്റുവേഷനൊക്കെ ഒരു മാറ്റം വരും. ഏഞ്ചൽസ് കൂടെ തന്നെയുണ്ട്. കുറേ പേർക്കൊക്കെ പെർഫെക്റ്റ് ടൈമിംഗ് തന്നെയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കുള്ള ഫലം കിട്ടാൻ പോകുന്നു. ഏഞ്ചൽസിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്കൊപ്പം തന്നെ ഉണ്ടതാണ്. അവിടെ വിശ്വസിക്കാനാണ്, ട്രസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ഒരു ട്രസ്റ്റ് ചെയ്ത് ദൃഢമായ വിശ്വാസത്തോടെ മുന്നോട്ട് പോയാൽ സക്സസ് നിങ്ങൾക്ക് വരും. അപ്പോൾ സക്സസ് എന്ന് പറയുമ്പോൾ ഏത് രീതിയിലാണ് നമുക്ക് മനസ്സമാധാനം, സന്തോഷം ഒക്കെ, ഹാപ്പിനെസ് ഒക്കെ കിട്ടിയാൽ തന്നെ വലിയൊരു സക്സസ് ആണല്ലേ. നമ്മുടെ സങ്കടങ്ങളിൽ നിന്നൊക്കെ ഒരു മാറ്റം. അപ്പം എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ രീതിയിലുള്ള സന്തോഷം, ഏറ്റവും പ്രധാന സന്തോഷവും സമാധാനമാണ്. അത് വലിയൊരു അബണ്ടൻസാണ്. അപ്പോൾ അങ്ങനെയുള്ള ഏത് രീതിയിലാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണ് ആ രീതി, അത് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കിട്ടട്ടെ. അതിന് വേണ്ടിയിട്ടുള്ള സമയമാണിത്. അപ്പോൾ നിങ്ങളതിനു വേണ്ടി പ്രവർത്തിക്കുക. നമ്മളൊന്നും ചെയ്യാൻ, താൻ ബാധി ദൈവം ബാധി എന്നാണല്ലേ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ മാത്രമേ മറ്റ് കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തുള്ളൂ. അപ്പോൾ അത് ചെയ്യാം. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഹാപ്പി ആയിരിക്കുക, പോസിറ്റീവായിരിക്കുക. ഓക്കെ ഡിയേഴ്സ്, താങ്ക് യു.